പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ മാർട്ടിൻ. യൂണിയൻ ബാങ്കിലെ നമ്മുടെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ അവസാനമായി നടത്തിയ 10 ട്രാൻസാക്ഷനുകളുടെ വിവരങ്ങൾ യൂണിയൻ ബാങ്കിൻ്റെ ATMൽ പോയിട്ട് ATM കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എടുക്കാൻ കഴിയും. അതെങ്ങനെയെന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ അവസാനമായി നമ്മൾ ചെയ്ത ട്രാൻസാക്ഷനുകളിൽ എന്തെങ്കിലും കാരണവശാൽ നമുക്ക് അക്കൗണ്ടിലെ ബാലൻസ് കുറഞ്ഞു പോയതായിട്ട് നമുക്ക് സംശയമോ മറ്റോ വരികയാണെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കൊണ്ട് അത് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ക്യാഷ് വിഡ്രോവൽ, ക്യാഷ് ഡെപ്പോസിറ്റ്, പിൻ ക്രിയേഷൻ പോലുള്ള ട്രാൻസാക്ഷനുകൾ ഉൾപ്പെടെ യൂണിയൻ ബാങ്കിൻ്റെ ATMൽ നിന്ന് ലഭിക്കുന്ന എല്ലാ സേവനങ്ങളെക്കുറിച്ചുള്ള വീഡിയോകളും ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോകളെല്ലാം ഉൾപ്പെട്ട പ്ലേലിസ്റ്റിൻ്റെ തമ്പനയിൽ ഈ വീഡിയോയുടെ അവസാന സ്ക്രീനിൽ വരുന്നതാണ്. അതേപോലെ ഇവിടെ കാണുന്ന ഐ ബട്ടണിലും അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. ഇവയിൽ പ്രസ് ചെയ്ത് വളരെ യൂസ്ഫുള്ളായ ആ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക. അതേപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് യൂണിയൻ ബാങ്കിൻ്റെ ATMലേക്ക് പോകാം. ഇതാണ് യൂണിയൻ ബാങ്കിൻ്റെ ATMൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്. ആദ്യം തന്നെ ഇതിൽ എന്തൊക്കെ വിവരങ്ങളാണ് ഉണ്ടാവുക എന്ന് കാണിക്കാം. അതിനുശേഷം ഇത് എങ്ങനെ ATMൽ നിന്ന് എടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, 10 കാര്യങ്ങളാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിലുള്ളത്. അതിൽ 9 എണ്ണം ട്രാൻസാക്ഷനുകളും 1 എണ്ണം നമ്മുടെ അക്കൗണ്ടിലെ ബാലൻസുമാണ്. ഇതിൽ C എന്ന് കാണിച്ചിരിക്കുന്നതൊക്കെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ക്രെഡിറ്റ് ആയതിൻ്റെ വിവരങ്ങളാണ്. D എന്ന് കാണിച്ചിരിക്കുന്നത് ഡെബിറ്റ് ആയതിൻ്റെ വിവരങ്ങളും. ആദ്യത്തേത് 12-ാം തീയതി 19,500 രൂപ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയതായിട്ട്, അതായത് വന്നതായി കാണിച്ചിരിക്കുന്നു. അതിൻ്റെ താഴെ വീണ്ടും 500 രൂപ അന്ന് തന്നെ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ താഴെ 14-ാം തീയതി 20,000 രൂപ ഡെബിറ്റ് ആയതായി കാണിച്ചിരിക്കുന്നു, അതായത് അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ചതായിട്ട് കാണിച്ചിരിക്കുന്നു. അടുത്തതായിട്ട് 15-ാം തീയതി 20,500 രൂപ വീണ്ടും അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. വീണ്ടും 2 തവണ 5,000 ഡെബിറ്റ് ആയിരിക്കുന്നു. വീണ്ടും 10,000 രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. വീണ്ടും 2 തവണ ആ ക്യാഷ് ഡെബിറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഏറ്റവും താഴെയായിട്ട് അവൈലബിൾ ബാലൻസ് 2,500 എന്ന് ഇവിടെ കാണിച്ചിരിക്കുന്നു. അപ്പോൾ അവസാനമായി ചെയ്ത ട്രാൻസാക്ഷനുകളിൽ നമുക്ക് ക്യാഷ് കുറഞ്ഞതിൻ്റെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നോക്കി നമ്മുടെ സംശയം തീർക്കാവുന്നതാണ്. ഇനി ഇത് എങ്ങനെ ATMൽ നിന്ന് എടുക്കാമെന്ന് നോക്കാം. ഇപ്പം ഞാൻ യൂണിയൻ ബാങ്കിൻ്റെ ATMൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. ആദ്യം നമ്മുടെ ATM കാർഡ് മെഷീനിൽ ഇതുപോലെ ഇൻസർട്ട് ചെയ്യുക. ഇപ്പോൾ ഭാഷ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഏറ്റവും താഴെ മലയാളമുണ്ട്, ഞാൻ അതാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ മലയാളത്തിൻ്റെ നേരെ സൈഡിലായി വരുന്ന ഈ ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന സ്ക്രീനിൽ 8 ഓപ്ഷനുകളുണ്ട്. അതിൽ സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിൽ ഏറ്റവും താഴെയായിട്ട് മിനി സ്റ്റേറ്റ്മെൻറ്റ് എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ, അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതിനായിട്ട് അതിന് നേരെ സൈഡിലായി വരുന്ന ഈ ബട്ടണിൽ, അതായത് ആ 4 ബട്ടണുകളിൽ ഏറ്റവും താഴത്തെ ബട്ടണിൽ ഞാൻ പ്രസ് ചെയ്യുന്നു. ഇപ്പം നമ്മുടെ കറണ്ട് അക്കൗണ്ട് ആണോ സേവിങ്സ് അക്കൗണ്ട് ആണോ എന്നത് സെലക്ട് ചെയ്യാനാണ് ഇവിടെ ഓപ്ഷനുകൾ വന്നിരിക്കുന്നത്. അപ്പം മിക്കവരും ബാങ്കിൽ പോയി തുടങ്ങുന്ന അക്കൗണ്ടിൻ്റെ പേര് സേവിങ്സ് അക്കൗണ്ട് ആണ്. അപ്പം സേവിങ്സ് എന്ന ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇനി ആരെങ്കിലും കറണ്ട് അക്കൗണ്ട് ചോദിച്ച് മേടിച്ചിട്ടുണ്ടെങ്കിൽ അവർ കറണ്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പം ഞാൻ ആ സേവിങ്സ് എന്നതിൻ്റെ നേരെ സൈഡിലായിട്ടുള്ള ഈ ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പം അടുത്തതായിട്ട് നമ്മുടെ ATM കാർഡിൻ്റെ പിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ ATM കാർഡിൻ്റെ പിന്ന് ഇവിടെ ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ ആ പിന്ന് ടൈപ്പ് ചെയ്താൽ തന്നെ മതി. ഇവിടെ കാണുന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യൊന്നും വേണ്ട. അപ്പോൾ പിന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മെഷീനിൻ്റെ ഈ ഭാഗത്ത് കൂടെ നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റ് റെസിപ്റ്റ് ആയിട്ട് ഇതുപോലെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ രീതിയിലാണ് യൂണിയൻ ബാങ്കിൻ്റെ ATMൽ നിന്ന് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കേണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലെയിംസ് ആൻഡ് ഹാപ്പിനെസ്സിൽ നിന്ന് ബൈ.